കോട്ടയം തിരുവഞ്ചൂരിൽ മന്ത്രവാദത്തിന്റെ പേരിൽ നേരിട്ട ക്രൂര പീഡനം വിവരിച്ച യുവതി മരിച്ചവരുടെ ആത്മാവ് ദേഹത്ത് കയറിയെന്ന് പറഞ്ഞ് കെട്ടിയിട്ട് മദ്യം കുടിപ്പിച്ചും ബീഡി കൊണ്ട് പൊള്ളിച്ചുമായിരുന്നു ക്രൂരതയെന്ന് യുവതി 24 പറഞ്ഞു. മന്ത്രവാദി ഉൾപ്പെടെ 3 പേർ യുവതിയുടെ പരാതിയിൽ അറസ്റ്റിലായിരുന്നു. ഞാനും ആളും എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് വഴക്കുണ്ടാക്കിയ ഉടനെ ഈ അമ്മ ആ തിരുമേനിയെ വിളിച്ചിട്ട് ചോദിക്കും. അപ്പത്തേക്കും ആ തിരുമേനി പറയും ഈ കൊച്ചിന്റെ അകത്ത് ബാധയുണ്ട്, അത് ഉള്ളതുകൊണ്ടാന്ന്. ആഴ്ചകൾക്ക് മുൻപാണ് വിവാഹം ചെയ്യുന്നതിനായി യുവതി കോട്ടയം തിരുവഞ്ചൂരിന് സമീപം അഖിലിന്റെ വീട്ടിലെത്തിയത്. ഇതിനിടയിലാണ് യുവതിക്ക് ബാധ കയറിയെന്ന് പറഞ്ഞ് അഖിലിന്റെ മാതാവ് തിരുവല്ല സ്വദേശിയായ ദുർമന്ത്രവാദിയെ വിളിച്ചു വരുത്തിയത്. രാവിലെ 11 മണിക്ക് തുടങ്ങിയ ആഭിചാരക്രിയ രാത്രി 10 മണി വരെ നീണ്ടു നിന്നുവെന്നാണ് യുവതി പറയുന്നത്. കാലിൽ പട്ടുകൊണ്ട് കെട്ടി മർദ്ദിച്ചുവെന്നും മദ്യം കുടിപ്പിച്ചുവെന്നും ബീഡി വലിപ്പിച്ചുവെന്നും യുവതിയുടെ പരാതിയിലുണ്ട്. എൻ്റെ അടുത്ത് 8 ബാധയുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ മുടിയിൽ ആണി വെച്ചിട്ട് എന്തോ ചെയ്ത്, എന്നിട്ട് മുടിയെല്ലാം മുറിച്ചു കളഞ്ഞു. യുവതിയുടെ പിതാവിന്റെ പരാതിയിൽ അഖിൽ, പിതാവ് ദാസ്, ദുർമന്ത്രവാദി ശിവദാസ് എന്നിവരെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. അഖിലിന്റെ മാതാവ് സൗമിനി ഒളിവിലാണ്. ഇവർക്ക് വേണ്ടി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. കടുത്ത നടപടിയിലേക്ക് കടക്കാനാണ് മണർകാട് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.